നമസ്കാരം. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വ്യോമ മേധാവിത്വവും ആകാശ നിരീക്ഷണവും നിർണായക പങ്ക് വഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി ആസൂത്രണം ചെയ്യുന്ന ഒരു പുതിയ തലമുറ ആകാശ നിരീക്ഷണ പദ്ധതിയായ നേത്ര മാർക്ക് 3 രാജ്യത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിലെ മറ്റൊരു വലിയ നാഴികക്കല്ലാകാൻ ഒരുങ്ങുകയാണ്. നിലവിലുള്ള പദ്ധതികളുടെ വിജയത്തിന് പിന്നാലെ 2030കളോടെ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ഈ ഹെവി എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ പദ്ധതി ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശേഷിയെ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭാരതത്തിൻ്റെ തദ്ദേശീയ പ്രതിരോധ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ബ്രസീലിയൻ നിർമ്മിത എംബ്രയർ ജെറ്റുകളിൽ സ്ഥാപിച്ച നേത്ര മാർക്ക് 1 സംവിധാനത്തിലൂടെയാണ് ഭാരതം സ്വന്തമായി ആകാശ നിരീക്ഷണ റഡാർ വികസിപ്പിച്ചെടുക്കുന്നതിൽ വിജയം കൈവരിക്കുന്നത്. തുടർന്ന് എയർ ഇന്ത്യയുടെ 6 എയർബസ് S321 വിമാനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സെൻസറുകളോടും സാങ്കേതിക വിദ്യകളോടും കൂടിയ നേത്ര മാർക്ക് 2 വികസിപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് DRDOയുടെ കീഴിലുള്ള സെൻറ്റർ ഫോർ എയർബോൺ സിസ്റ്റംസ്. ഇതിൻ്റെ ഭാഗമായി ഘടനാപരമായ മാറ്റങ്ങളും മിഷൻ ഇലക്ട്രോണിക്സ് സംയോജനവും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനും ഒരുപടി കൂടി കടന്നാണ് ഇപ്പോൾ നേത്ര മാർക്ക് 3 എന്ന വൻകിട പദ്ധതിക്ക് വ്യോമസേന രൂപം നൽകിയിരിക്കുന്നത്. വരും ദശകങ്ങളിൽ രാജ്യത്തിൻ്റെ ദീർഘകാല പ്രതിരോധ തന്ത്രങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറാൻ പോകുന്ന മാർക്ക് 3 പദ്ധതിക്കായി വൈഡ് ബോഡി വിഭാഗത്തിൽപ്പെടുന്ന വലിയ വിമാനങ്ങളാണ് പരിഗണനയിലുള്ളത്. ഇതിൽ പ്രമുഖ വ്യോമയാന നിർമ്മാതാക്കളായ എയർബസിൻ്റെ A330 വിമാനമാണ് ഈ ദൗത്യത്തിനായി പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. വലിയ വിമാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ കൂടുതൽ സമയം ആകാശത്ത് തുടരാനും വിശാലമായ പ്രദേശം നിരീക്ഷിക്കാനും സങ്കീർണമായ യുദ്ധ സാഹചര്യങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും വ്യോമസേനയ്ക്ക് സാധിക്കും. വലിയ പേലോഡ് ശേഷിയും അത്യാധുനിക പ്രതിരോധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള ഉയർന്ന വൈദ്യുത ലഭ്യതയും ഇത്തരം വൈഡ് ബോഡി വിമാനങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. ഈ പുതിയ ആകാശ നിരീക്ഷണ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ 360 ഡിഗ്രി റഡാർ കാഴ്ചയാണ്. വിമാനത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന വലിയ കറങ്ങുന്ന റഡാർ ഡോം യാതൊരുവിധ അന്ധതയുമില്ലാതെ സർവത്ര മേഖലകളും പൂർണ്ണമായി നിരീക്ഷിക്കാൻ മാർക്ക് 3ക്ക് സാധിക്കും. ഇത് പരമ്പരാഗത മാർക്ക് 2 സംവിധാനങ്ങളിൽ നിന്നും ഇതിനെ തികച്ചും വ്യത്യസ്തമാക്കുന്നു. ഒരു പറക്കുന്ന കമാൻഡ് സെൻറ്റർ പോലെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഈ യാനത്തിന് ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക മാത്രമല്ല, സ്വന്തം യുദ്ധവിമാനങ്ങളുടെ വ്യൂഹങ്ങളെ നയിക്കാനും കരയിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാനും നാവികസേനയുടെ ദൂരപരിധിയിലുള്ള ആക്രമണങ്ങളെ സഹായിക്കാനും സാധിക്കും. നിലവിൽ റഷ്യൻ നിർമ്മിത IL-76 ഭാരമുള്ള ഗതാഗത വിമാനങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന ഇസ്രയേലി ഫാൽക്കോൺ റഡാർ സംവിധാനങ്ങളെയാണ് ഇത്തരം വലിയ ദൗത്യങ്ങൾക്കായി വ്യോമസേന പ്രധാനമായും ആശ്രയിക്കുന്നത്. എന്നാൽ മാർക്ക് 3 യാഥാർത്ഥ്യമാകുന്നതോടെ ഈ രംഗത്ത് ഭാരതം പൂർണ്ണമായും സ്വയം പര്യാപ്തത കൈവരിക്കും. മാർക്ക് 3 യാതൊരു കാരണവശാലും പഴയ മാർക്ക് 2 വിമാനങ്ങൾക്ക് പകരമാകില്ല. മറിച്ച് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടായിരിക്കും പ്രവർത്തിക്കുക. ചെലവ് കുറഞ്ഞ മാർക്ക് 2 വിമാനങ്ങൾ സാധാരണ അതിർത്തി നിരീക്ഷണങ്ങൾക്കും മാർക്ക് 3 പോലെയുള്ള വൻകിട ഹെവി അവാക്സ് വിമാനങ്ങൾ അതീവ ഗൗരവമേറിയ വലിയ യുദ്ധ സാഹചര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താനാണ് സൈന്യം ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ DRDOയുടെയും വ്യോമസേനയുടെയും ഈ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതി ഭാരതത്തിൻ്റെ ആകാശ സുരക്ഷയെ 10 മടങ്ങ് ശക്തിപ്പെടുത്തും. ഘട്ടം ഘട്ടമായി സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കിക്കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഭാരതത്തിൻ്റെ പ്രതിരോധ വ്യവസായത്തിൻ്റെ ഇച്ഛാശക്തിയാണ് ഇത്തരം ബൃഹത്തായ പദ്ധതികൾ വെളിപ്പെടുത്തുന്നത്. ഭാവിയിലെ ഏത് വെല്ലുവിളികളെയും നേരിടാൻ സജ്ജമായ ഒരു മൾട്ടി ലെയർഡ് വ്യോമ പ്രതിരോധ ശൃംഖലയാണ് ഇതിലൂടെ രാജ്യത്ത് രൂപം കൊള്ളുന്നത്. സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധ ശേഷിയുടെയും കാര്യത്തിൽ രാജ്യം കൈവരിക്കുന്ന ഈ വലിയ കുതിച്ചുചാട്ടം ഭാരതത്തിൻ്റെ ശത്രുരാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയ്ക്കും നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ആകാശത്തെ നിരീക്ഷണ കണ്ണുകളിലൂടെ നിയന്ത്രിക്കാൻ ഇന്ത്യ നടത്തുന്ന ഈ നീക്കം ഇരു രാജ്യങ്ങളുടെയും സൈനിക ആസൂത്രണങ്ങളെയും അതിർത്തി സുരക്ഷാ തന്ത്രങ്ങളെയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. ചരിത്രപരമായി തന്നെ അതിർത്തി തർക്കങ്ങളും സുരക്ഷാ വെല്ലുവിളികളും നിലനിൽക്കുന്ന പാക് അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ രംഗത്തെ ഈ വളർച്ച കനത്ത സമ്മർദ്ദമായിരിക്കും സൃഷ്ടിക്കുക. നിലവിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ രംഗത്തെ ഈ വളർച്ച കനത്ത സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. നിലവിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ നീക്കങ്ങളും അവരുടെ വ്യോമത്താവളങ്ങളിലെ പ്രവർത്തനങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് സംവിധാനങ്ങളുണ്ട് എങ്കിലും മാർക്ക് 3 പോലെയുള്ള ഒരു വൈഡ് ബോഡി ഹെവി അവാക്സ് യാഥാർത്ഥ്യമാകുന്നതോടെ പാക് വ്യോമാതിർത്തിയുടെ ഉൾപ്രദേശങ്ങളിലെ ഓരോ ചെറിയ ചലനങ്ങളും ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാകും.
പാകിസ്ഥാൻ്റെ വ്യോമസേനയുടെ ആകാശത്തുള്ള യുദ്ധവിമാനങ്ങളുടെ വിന്യാസം, റഡാർ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളുടെ തയ്യാറെടുപ്പുകൾ എന്നിവയെല്ലാം തടസ്സമില്ലാതെ 360 ഡിഗ്രി കോണിൽ നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് പാകിസ്ഥാൻ്റെ സൈനിക തന്ത്രങ്ങളുടെ രഹസ്യ സ്വഭാവം തന്നെ ഇല്ലാതാക്കുകയും ഒരു അപ്രതീക്ഷിത ആക്രമണത്തിനുള്ള അവരുടെ സാധ്യതകളെ തുടക്കത്തിൽ തന്നെ തടയാൻ ഇന്ത്യൻ വ്യോമസേനയെ പ്രാപ്തമാക്കുകയും ചെയ്യും. അതേസമയം ആഗോളതലത്തിൽ വൻ സൈനിക ശക്തിയെ വളരുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹിമാലയൻ അതിർത്തി മേഖലകളിലും ഇന്ത്യയുടെ സൈനികശേഷി വർദ്ധിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ടിബറ്റൻ പീഠഭൂമിയിലും അതിർത്തിക്കടുത്തുള്ള ചൈനീസ് വ്യോമതാവളങ്ങളിലും ചൈന നടത്തുന്ന നിരന്തരമായ സൈനിക വിന്യാസങ്ങളെയും പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിൻ്റെ നീക്കങ്ങളെയും ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ പുതിയ ഹെവി അവാക്സ് സംവിധാനങ്ങൾക്ക് സാധിക്കും. ചൈനീസ് ജെറ്റുകളുടെയും വിമാനങ്ങളുടെയും റഡാർ സിഗ്നലുകളെയും ഇലക്ട്രോണിക് യുദ്ധമുറകളെയും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഉചിതമായ പ്രതിരോധം തീർക്കാൻ മാർക്ക് 3ക്ക് സാധിക്കും. പ്രത്യേകിച്ചും ദീർഘദൂര മിസൈലുകളെയും ആധുനിക യുദ്ധവിമാനങ്ങളെയും ഏകോപിപ്പിച്ച് ഒരു വലിയ യുദ്ധരംഗത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ഈ പറക്കുന്ന കമാൻഡ് സെൻറ്ററിന് കഴിയുമെന്നത് ചൈനയുടെ വ്യോമ മേധാവിത്വ മോഹങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക. ഇത്തരം തദ്ദേശീയ പദ്ധതികൾ ഇന്ത്യയെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുമെന്നത് മറ്റൊരു പ്രധാന വശം. മുൻകാലങ്ങളിൽ ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളെയാണ് വലിയ ദൗത്യങ്ങൾക്കായി ഇന്ത്യ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ സ്വന്തമായി വികസിപ്പിച്ചെടുക്കുന്ന മാർക്ക് 3 യാനങ്ങൾ നിലവിൽ വരുന്നതോടെ അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെയോ വിതരണ തടസ്സങ്ങളുടെയോ ആശങ്കകളില്ലാതെ ഇന്ത്യക്ക് സ്വന്തം പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. ഇത് പാകിസ്ഥാനിലെയും ചൈനയിലെയും പ്രതിരോധ വിദഗ്ധർക്കിടയിലും ഭരണാധികാരികൾക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ നേത്ര മാർക്ക് 3 പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലുള്ള ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കും. ഏത് അത്യാധുനിക വെല്ലുവിളികളെയും നേരിടാൻ സജ്ജമായ ഒരു മൾട്ടി ലെയർഡ് വ്യോമ പ്രതിരോധ ശൃംഖലയാണ് ഇതിലൂടെ രാജ്യത്ത് രൂപം കൊള്ളുന്നത്. അയൽ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏത് തരം കടന്നുകയറ്റ ശ്രമങ്ങളെയും കൃത്യമായ സമയത്ത് മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനും ആകാശത്ത് പൂർണ്ണമായ മേധാവിത്വം ഉറപ്പാക്കാനും ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനും ചൈനയ്ക്കും വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. നേത്ര MK3 ഇപ്പോഴും ഒരു ഭാവി പദ്ധതിയുടെ ഘട്ടത്തിലാണ്. ഔദ്യോഗിക അനുമതിയും അന്തിമ കോൺഫിഗറേഷനും പ്രൊഡക്ഷൻ ടൈംലൈനും ഇപ്പോഴും ഉറപ്പായിട്ടില്ല. അതുകൊണ്ട് എയർബസ് A330 അടിസ്ഥാനമാക്കിയുള്ള ഒരു ഹെവി അവാക്സ് ഉടൻ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും എന്ന് കരുതുന്നത് ശരിയല്ല. എന്നാൽ ഈ ആശയം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ ചിന്തയിലെ ഒരു വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. നേത്ര MK1 ഇന്ത്യക്ക് തദ്ദേശീയ എയർബോൺ സർവൈലൻസിൻ്റെ വാതിൽ തുറന്നു. നേത്ര MK2 അതിനെ കൂടുതൽ വലിയ പ്ലാറ്റ്ഫോമിലേക്കും കൂടുതൽ ശേഷിയിലേക്കും കൊണ്ടുപോയി. അതിന് പിന്നാലെ നേത്ര MK3 വിജയിപ്പിച്ചാൽ ഇന്ത്യ ആദ്യമായി സ്വന്തം രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഒരു ഹെവി ക്ലാസ് തദ്ദേശീയ അവാക്സ് ശേഷി സ്വന്തമാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കും. A330 പോലെയുള്ള വലിയ വൈഡ് ബോഡി എയർക്രാഫ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു സംവിധാനം വലിയ റഡാറും കൂടുതൽ ശക്തിയുള്ള കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങളും കൂടുതൽ ക്രൂ കപ്പാസിറ്റിയും ദീർഘനേരം ആകാശത്ത് തുടരാനുള്ള കഴിവും ഒരുമിച്ച് നൽകും. അപ്പോൾ നേത്ര MK3 ഒരു റഡാർ വിമാനം മാത്രമാകില്ല, ഇന്ത്യയുടെ ആകാശത്ത് പറക്കുന്ന ഒരു യുദ്ധമുറിയായിരിക്കും അത്. ശത്രുവിൻ്റെ വിമാനങ്ങളെ കണ്ടെത്തുക മാത്രമല്ല, സ്വന്തം ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ നയിക്കുക, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി വിവരങ്ങൾ പങ്കിടുക, വിശാലമായ യുദ്ധമേഖല നിരീക്ഷിക്കുക, നാവിക വ്യോമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, യുദ്ധഭൂമിയിലെ വിവരങ്ങളെ ഒരൊറ്റ നെറ്റ്വർക്കിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നിവ അതിൻ്റെ ദൗത്യങ്ങളായി മാറും. അതിലും പ്രധാനമായി MK2ഉം MK3യും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി ലെയർഡ് എയർബോൺ സർവൈലൻസ് നെറ്റ്വർക്ക് ഇന്ത്യക്ക് ലഭിച്ചാൽ രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധം ഒരു പുതിയ തലത്തിലേക്ക് ഉയരും. ഇന്നത്തെ യുദ്ധത്തിൽ വിജയിക്കാൻ ഏറ്റവും വലിയ ആയുധം ചിലപ്പോൾ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന മിസൈൽ പോലും ആയിരിക്കണമെന്നില്ല. ശത്രുവിനെ ആദ്യം കാണുന്ന കണ്ണും ആ വിവരം ആദ്യം മനസ്സിലാക്കുന്ന തലച്ചോറും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രതികരിക്കുന്ന സംവിധാനവുമാണ് യഥാർത്ഥ ശക്തി. 2030കളിൽ നേത്ര MK3 ആകാശത്ത് ഉയർന്നാൽ ഇന്ത്യയുടെ വ്യോമയുദ്ധ ശേഷിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അതായിരിക്കും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.